ഇന്ന് ഇന്നെന്ന പോലെ കഴിഞ്ഞ കുറേ ദിവസമായി, കുറേ നാളുകളായി നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, നമ്മുടെ മാത്രമല്ല മലയാളത്തിന്റെ ആകെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും പുതിയ മൂവ്മെന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോടതിക്ക് മുമ്പിൽ, പോലീസിന്റെ മുമ്പിൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല. പ്രാഥമികമായി അദ്ദേഹത്തിന് ഇന്നലെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട നിമിഷം തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഡിസ്മിസലാക്കി സമ്പൂർണ്ണമായി കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. കോൺഗ്രസ് അതുവഴി കേരളത്തിൽ മറ്റു പാർട്ടികൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചു. ആ അർത്ഥത്തിൽ ഒരടി മുന്നോട്ട് കോൺഗ്രസിന് വെക്കാൻ പറ്റിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നതിൽ എന്താണ് ഈ അതിസമർത്ഥന്മാരായ വമ്പന്മാരുടെ കൊമ്പന്മാരുടെ പോലീസിന് ഇപ്പോഴും എന്താണ് മടിയെന്നോ, അല്ലെങ്കിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം, അത് കോൺഗ്രസിന് എതിരായിട്ട് പോലുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിനെതിരെയുള്ള ചോദ്യം കൂടിയാണ്. ഇന്നിപ്പോ കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കീഴടങ്ങുകയല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം കീഴ്ക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇനി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ എന്താവും, സുപ്രീം കോടതിയിലേക്കും പോകുമായിരിക്കും. അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ നേർക്കുനേരെ ചെന്ന് വിചാരണ നേരിട്ട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിന് പകരം ഒരു ജനനേതാവ്, ഒരു ജനപ്രതിനിധി കാണിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും മോശം കീഴ്വഴക്കത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നീങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ കോൺഗ്രസ് ഇല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ UDF ഇല്ല. ഒറ്റയ്ക്ക് ഒരു MLA ആണ്. MLA സ്ഥാനം ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. അങ്ങനെ ഗുരുതരമായ ക്രൈസിസ് നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് നീങ്ങുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. നമ്മുടെ ഈ പ്രാഥമികമായി ഈ ആലോചനകൾ കേൾക്കുമ്പോൾ, ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിയേഴ്സൺ സാറിന് എന്ത് തോന്നുന്നു? ഹലോ, ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധി അല്ല എന്ന നിലക്കാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അതെ, വ്യക്തികൾക്ക് എന്തും ആകാം. കാരണം വ്യക്തികൾക്ക് ഭരണഘടന നൽകുന്ന ഏത് ആനുകൂല്യവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അദ്ദേഹത്തിനെ പോലീസിന് കീഴടങ്ങി അറസ്റ്റ് വരിച്ച് നിയമത്തിന് വിധേയമാകുന്ന രീതിക്ക് വ്യത്യസ്തമായി നിയമം തന്നെ അനുവദിക്കുന്ന ചില സാധ്യതകളിലൂടെ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അതുകൊണ്ടാണ് കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാതിരിക്കുന്ന സമയത്ത് അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഹൈക്കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ കാലയളവിൽ അയാൾക്ക് ഒളിച്ചിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒളിത്താവളം എന്ന് പറയുന്നത് സാധ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അയാൾ കർണാടകത്തിൽ എവിടെയോ ആണ് ഒളിവിൽ എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ വരുന്ന വാർത്തകൾക്കനുസരിച്ച് മാത്രം ഇക്കാര്യം ചെയ്യും. അപ്പം അവരെ പോലീസ് പിടിക്കുന്നതും പിടിക്കാതിരിക്കുന്നതും ഇയാൾ ഒഴിയിൽ പോകുന്നതും ഒക്കെ വിട്ടുകളയും. അത് വേറെ ഒരു കാര്യമാണ്, സ്വാഭാവികമായ നാടകങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലീസിന് വളരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിനെ കീഴടങ്ങണമെങ്കിലും നേരത്തെ കീഴടങ്ങാമായിരുന്നു. അപ്പം ഇത് രണ്ടും സംഭവിച്ചില്ല. രണ്ട് സ്ഥലത്തും സർക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു അനവധാനത എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. കാരണം അത് പോണെങ്കിൽ പോയിക്കോട്ടെ, കാരണം ഈ വാർത്തകൾ ഇങ്ങനെ പരന്നോട്ടെ. അനവധാനതയാണോ അതോ ബോധപൂർവമാണോ? എനിക്ക് തോന്നുന്നു 2 ഇലക്ഷൻ തൊട്ട് മുമ്പിലുള്ള ഇത് എത്ര നീണ്ടുപോകുന്നുവോ അത്രയും അതൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആണല്ലോ. അല്ല, ക്യാമ്പയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആണെന്നുള്ളത് പൊതുവിൽ പറയുമെങ്കിൽ ആ ക്യാമ്പയിൻ മെറ്റീരിയൽ ഇല്ലാതാക്കേണ്ടത് ആരാണ് ശരിക്കും പറഞ്ഞത്? കോൺഗ്രസിനാണല്ലോ അതിൻ്റെ ക്ഷീണം മുഴുവൻ വരുന്നത്. ഈ ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് പോകുമ്പോൾ അതില്ലാതാക്കേണ്ട കോൺഗ്രസിന് 2 രീതിയിൽ അത് ഇല്ലാതാക്കാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആണല്ലോ MLA, അദ്ദേഹത്തിനോട് നേരിട്ട് പറയാം, നേരെ പോയി കീഴടങ്ങി അറസ്റ്റ് വരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ്. പക്ഷെ അതിനകത്ത് ഉണ്ടായ ഒരു സംഘർഷം എന്ന് വെച്ചാൽ ഒരു കൂട്ടർ അത് വേണ്ടെന്നും ഒരു കൂട്ടർ വേണമെന്നൊക്കെ പറഞ്ഞ ഒരു കാലാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പൊളിറ്റിക്കലി ഒരിക്കലും ഇങ്ങനെ നീങ്ങുന്ന പരിപാടികൾ ഗുണകരമല്ല. പൊളിറ്റിക്കലായിട്ട് കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ദൈവത്തിന് മുന്നിൽ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മാതൃക അല്ലേ? അതെ, അതാണ് ശരി. ഒരു ബേസും ഇല്ലാത്ത കേസായിട്ട് പോലും മണിക്കൂർ കണക്കിന് പോയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏജൻസിയുടെ മുമ്പിൽ ഇരുന്നു കൊടുത്തു 14 മണിക്കൂർ. അതാണ് ശരിയല്ല. അതാണ് ഈ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ശരിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒളിക്കേണ്ടതില്ല, ഓടേണ്ടതില്ല, മറ്റ് പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ കോടതി തീരുമാനിച്ചു തന്നെ. ഈ നാട്ടുകാരനായ പത്തനംതിട്ടക്കാരനായ ഒരു യുവ നേതാവിന്റെ ഭാവി എന്നേക്കുമായി തകർന്നു പോയതിൽ സങ്കടം തോന്നുന്നുണ്ടോ?
ഇല്ല, ഒരു സങ്കടവും തോന്നുന്നില്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. അതിനൊക്കെ പക്ഷേ എനിക്ക് രാഹുൽ ഗാന്ധിയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു അന്വേഷണം എൻ്റെ വഴിക്ക് നടത്തി. അതുമായിട്ട് ഒരുമിച്ച് പഠിച്ച ഒരു പെൺകുട്ടിയോടെ ഞാൻ ചോദിച്ചു. അതാണല്ലോ കോളേജ് കാലത്താണല്ലോ ഈ KSUവിൻ്റെ വീര്യം ഒക്കെ അവർ പുറത്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്, മോശമായിട്ട് പെരുമാറുകയും. ഞങ്ങളുടെ പന്തളം കോളേജിൽ ഒരു KSUക്കാരൻ ചെയ്തു, ഒരു പെൺകുട്ടിയെ തട്ടി. പ്രീ ഡിഗ്രിക്ക് വരുന്ന ആൾക്കാരെ ക്ലാസ്സിൽ കയറി വന്ന് തട്ടി എന്ന് പറഞ്ഞാൽ അത് ആ ശരീരത്തിൻ്റെ വളരെ സെൻസിറ്റീവായിട്ടൊരു ഭാഗത്ത് കയറി തട്ടിയൊക്കെ ഞാൻ കണ്ടു. വയസ്സുകാർ അങ്ങനെ അഹങ്കാരമൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല സുന്ദരന്മാരും ഭൂവാലന്മാരും ഒക്കെയാണ് പെൺകുട്ടികൾ, അവരൊക്കെയാണ് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കാറുള്ളത്. ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്, ഇപ്പം മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിയോടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പ്രകടമായിട്ടുള്ള ഒരു വ്യക്തിഗത ഒരു സ്വഭാവമൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതിനിധിയൊന്നും അല്ല, അങ്ങനെയൊന്നും കണ്ടില്ല. ശരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, എപ്പോഴും സുമുഖനാണ്. ഒന്നാമത് സുമുഖനാണ്, ഇത് ചുള്ളൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പാടി സുമുഖനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആൾ, എപ്പോഴും ചിരിക്കുന്നവരെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. പൊതുവെ അത് അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെ തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമൊന്നും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായില്ല. പെട്ടെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്ന ഇത്രയും രതി വൈകൃതമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നില്ല ചാൾസ് ശോഭരാജനെ പോലൊക്കെയുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമ്മൾ TV യിൽ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ നോക്കുകയോ അവരുമായിട്ട് രാഹുൽ ഗാന്ധി പെരുമാറുന്ന പോലെ ഒരു അടുപ്പമോ പെരുമാറ്റമോ ഒന്നും കാണിക്കാത്ത ആളാണ്. ആൺകുട്ടികളുമായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല അങ്ങനെ ഒരു ഇങ്ങനെയാണോ പിന്നെ എനിക്കൊരു സംശയം ഇക്കാര്യത്തിലുള്ള മാഷേ. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഒരു ബരാഷ് ഓഫ് ഇങ്ങനെയുള്ള പരാതികൾ വരുന്നു. ഒരുപാട് പരാതികൾ ഒരേ സമയം പിരുന്നതിൻ്റെ പിന്നിൽ എന്തോ ആസൂത്രണമുണ്ട്, എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരു കോൺഗ്രസ് വിരുദ്ധനാണ്, 100% കോൺഗ്രസ് വിരുദ്ധനാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കാണുന്ന സാമുദ്രിക ശാസ്ത്രം പറയുമല്ല, ഒരു നിഷ്കളങ്കത ഭാവവും ശരീരഭാഷയിലെ കാര്യവും വെച്ചൊരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലും പന്തളത്തുനിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കിട്ടിയ എൻ്റെ ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവർ ആ തെറ്റുകളിൽ കൂടുതലായിട്ടൊരു വൈകൃതത്തിലേക്കോ ചാൾസ് ശോഭരാജിൻ്റെ തരത്തിലുള്ളൊരു ക്രിമിനലോ ആണെന്ന്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അങ്ങനെ നിരീക്ഷിക്കാം. പക്ഷെ ആധുനിക മനഃശാസ്ത്രം ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സാർ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, നിഷ്കളങ്കത, ശുദ്ധൻ, സുമുഖൻ, സൗമ്യൻ, ഇതൊക്കെ ആധുനിക മനഃശാസ്ത്രത്തിലെ പുതിയൊരു വാക്കിനോട് ചേർത്ത് വരും. ഈ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള സൈക്കോപാത്തിന്റെ ക്യാരക്ടറാണ് അത്ര ഇത്. ഞാനൊരു കാര്യം കൂടി പറയാം. സാറ് മലയാളത്തിൽ ഒരു സിനിമയുണ്ട്, തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ, വിനീത് ശ്രീനിവാസന്റെ സിനിമയാണ്. അതിൽ വിനീത് ശ്രീനിവാസൻ ഈ പറഞ്ഞ ക്യാരക്ടറൊക്കെയാണ്, പക്ഷെ ബേസിക്കലി ക്രിമിനൽ ആയിട്ടുള്ള ഒരു സൈക്കോപാത്താണ്. ഞാൻ പറയുന്നത് ശോഭനയുടെ പുറകെ നടക്കുന്ന സിനിമയാണ്. അല്ല സാറേ, നന്നായിട്ട് ഓടിയ ഒരു സിനിമ. ഏത് തണ്ണീർമത്തൻ വിജയിച്ചു പോയ സിനിമയാണ്. കോളേജ് അധ്യാപകനാണ് ഇവൻ, അവിടുത്തെ ഹീറോ ആണ്. എന്നാൽ അവന്റെ കയ്യിൽ ഗൂഢമായ ഈ പറഞ്ഞ ഗുപ്തമായ ക്രൈം ക്രിമിനലാണ് അവൻ. ഞാൻ അങ്ങനെയാണോ രണ്ടും നമ്മൾ ശരിവെക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, കണ്ടെത്തട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി? ഇനി അത് ചർച്ച ചെയ്യാം നമുക്ക്. അല്ല, ഞാൻ പറയുന്നതേ ഇതിനകത്ത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലൈംഗികമായി ഇത്തരത്തിൽ വീഴ്ചകൾ പറ്റിയ ഒത്തിരി ആളുകൾ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണ്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ട രീതികളുണ്ട്. ആ രക്ഷപ്പെട്ട രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് മാങ്കൂട്ടത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സസ്പെൻഷൻ കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ എടുത്ത നിലപാടാണ് ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിൻ്റെ സദാചാരമല്ല സംസാരിക്കുന്നത്, ധാർമ്മികതയുമല്ല, പൊളിറ്റിക്കലായിട്ടുള്ള പോസിബിലിറ്റീസാണ്. സാറ് ചോദിച്ചാൽ അതാണ് എൻ്റെ അടുത്ത്, അതാണ് ഞാൻ പറയുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തു. അതാണ് പാർട്ടി ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് എനിക്കിതൊരു പരാതി പോലും ഇല്ല, ഞാനിതൊരു നിഷ്കളങ്കൻ, ഞാനിതൊരു വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ MLA ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്ത് ഇടിച്ചു കയറി പ്രവർത്തിക്കാൻ നടക്കുകയും, അങ്ങനെ DYFIയുടെയും അതേപോലെ തന്നെ BJPയുടെയും, DYFI ഒരു ദിവസം കൊണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കി, BJP പല ദിവസങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കി സംഘർഷാത്മകമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ വെല്ലുവിളികൾ നടത്തുമ്പോൾ തങ്ങൾ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്നുള്ളത് അവർക്കെല്ലാം അറിയാൻ പറ്റുമോ? നമുക്കറിയില്ല. അത് മനസ്സിലാക്കിയിട്ട് അവരതിൻ്റേതായിട്ടുള്ള ഒരു സാവകാശം, സൂക്ഷ്മത, അതേപോലെ തന്നെ പക്വത, ഒതുങ്ങൽ, അതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ
ഇങ്ങനെ അപകടകരമായ ജനം തന്നെ രീതിയിൽ- തിരിച്ചു പറഞ്ഞേനെ അല്ലേ? അല്ലേ? ജനം തന്നെ തിരിച്ചു പറഞ്ഞേനെ. അത് പറഞ്ഞതിന് മാത്രമല്ല ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഈ സദാചാര കേസുകളിലൊക്കെ പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം പുള്ളിക്കും പോയി നിൽക്കായിരുന്നു. യെസ്, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. പറഞ്ഞോളൂ. അതായത് സാർ ഇപ്പൊ സൈക്കോപാത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ സ്ത്രീകളിൽ ഭൂരിപക്ഷവും ഞാനിപ്പോ പറയാം, അദ്ദേഹത്തെ പരിചയമില്ലാത്തവരും അദ്ദേഹത്തെ കഷ്ടമായി പോയി അനുകൂലിച്ച് സംസാരിക്കുന്ന ആ ഒരു സൈക്കോളജി കൊണ്ട് എനിക്കറിയില്ല. ഈ ടെററിസ്റ്റുകളോട് സ്ത്രീകൾക്ക് തോന്നുന്ന അവരോട് തോന്നുന്ന ഒരു ആരാധനയുണ്ടല്ലോ, സ്റ്റോക്ക്ഹോം സിൻഡ്രോം. പത്തനംതിട്ടക്കാരന്റെ മാത്രം പ്രശ്നമാണോ? അല്ലല്ല, അല്ലല്ലേ? പത്തനംതിട്ടയിലെ അല്ലിത്. അതെ, പത്തനംതിട്ട ആളെ അല്ല ഈ പറഞ്ഞ ആള്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സിൻഡ്രോം സാറിന്. അപ്പൊ അവരോട് തോന്നുന്ന ഒരു വീരാരാധനയാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു ക്രിമിനൽ മനോഭാവം, സാർ പറഞ്ഞ പോലെ ഒരു സൈക്കോപാത്തിന്റെ മനോഭാവം ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം എത്തിയ പാർട്ടി തെറ്റിപ്പോയി. അവിടെ CPM-ലായിരുന്നെങ്കിൽ സമ്പൂർണ്ണമായ സംരക്ഷണം പാർട്ടി തന്നെ ഒരുക്കി കൊടുക്കുമായിരുന്നു. നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിട്ട് അവരെ രക്ഷിച്ചേനെ. ഇവിടെ ഇദ്ദേഹത്തിന് പരാതി വരാത്ത അവസ്ഥയിൽ തന്നെ പാർട്ടി അദ്ദേഹത്തിനെ പുറന്തള്ളുകയാണ് ചെയ്തത്. അതാണ് CPM നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് കേട്ടോ, സംശയമൊന്നുമില്ല. പറഞ്ഞോളൂ സർ. അപ്പോ അതാണ് CPM-ഉം കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് കോൺഗ്രസ്സുകാർ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങളുടെ ബോധ്യമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് പ്രത്യേകമായ ഭരണഘടനയും പ്രത്യയശാസ്ത്രമുണ്ട്. അതിൻ്റെ ബോധ്യങ്ങളാണ് ആ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എൻ്റെ ഒരു വ്യക്തിയുടെ ബോധ്യമല്ല എന്നുള്ളത് ശരി. പ്രതിപക്ഷ നേതാവായാലും ഏത് നേതാവായാലും തിരിച്ചറിയാം എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ഒരു ബോധ്യം, വ്യക്തിപരമായ ബോധ്യം വരാൻ പാടില്ല പാർട്ടിക്കകത്ത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആയാലും ശരി, VD സതീശന്റെ ആയാലും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് NMPSന് കൊടുക്കാനുള്ള ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് കേൾക്കാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ വഴി എന്താണ്? രാഷ്ട്രീയമായ മാർഗം അല്ലെ, രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റൂ. അതിന് എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ അതെ, അത് നിയമത്തിന് മുന്നിൽ വരികയും ആ കേസ് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുകയും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒളിച്ചോട്ട് അവസാനിപ്പിക്കും. ആ കൃത്യമായിട്ട് അവസാനം. ഒളിച്ചോടിയവർക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് സ്ഥാനം? രാഷ്ട്രീയത്തിൽ പൊസിഷൻ ഇല്ല എന്നുള്ളതാണ്. ഒളിച്ചോട്ടം കൊണ്ട് ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ലൊക്കെ തീരുമാനിക്കുന്നത്. ഇയാളുടെ കൂടെ കുറേ ആളുകളുണ്ടാവും. ഈ ആളുകൾ പറയുന്ന ഉപദേശത്തിനനുസരിച്ചിട്ട് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അവർ തന്നെ ആയിരിക്കാം. പക്ഷേ അവരൊരിക്കലും നമ്മളീ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പൊളിറ്റിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ വരികയും കേസ് ഓപ്പൺ ചെയ്യുകയും അതിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള. തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ മുമ്പിലും പാർട്ടിയുടെ മുമ്പിലും അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നത്. ഇപ്പൊ അദ്ദേഹം കാണിക്കുന്ന ഈ ഒളിച്ചോട്ടം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി പരാജയത്തിലേക്ക് പോവുക ഇപ്പൊ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകളും ഈ കളിയും ഈ നെട്ടോട്ടവും ആയിരിക്കും. അത് അദ്ദേഹം കൂടി മനസ്സിലാക്കട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അദ്ദേഹം നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നവർ പ്രത്യേകിച്ചും ആ മാർഗം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് നിർദ്ദേശിക്കാം.